ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. മേടം രാശിയിലാണെങ്കിൽ 15 നാഴികയും ഇടവം രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം. അതിൽ മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയ്ക്ക് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ മേടം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ടും യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. ധനപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ധനപരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും അതുമൂലം ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാലോ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, വ്യയസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്തിൽ ശനീശ്വരൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിനും സാധ്യത കാണുന്ന സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. പ്രത്യേകിച്ച് 7ാം ഭാവാധിപതിയും കുടുംബാധിപതിയുമായിരിക്കുന്നതായ ശുക്രന് നീചരാശിസ്ഥിതി വരുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഇനി തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക്, അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സൂര്യൻ്റെയും ബുധൻ്റെയും ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രന് നീചരാശിസ്ഥിതി വരുന്നത് കൊണ്ടും കർമാധിപതിയായിരിക്കുന്ന ശനിക്ക് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെയും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും 5ാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യൻ്റെയും എല്ലാം അനുകൂല സ്ഥിതി വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രന് നീചരാശിസ്ഥിതി വരുന്നത് കൊണ്ടും 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് കേതുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് അഷ്ടമത്തിലേക്കും ജന്മരാശിയിലേക്കും ശനീശ്വരൻ്റേതായ ദൃഷ്ടി വരുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിലെല്ലാം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ടും
കർമ്മപരമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും എല്ലാം വളരെയധികം അഭിവൃദ്ധി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ 11ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തി സ്ഥാനത്ത് ചൊവ്വയുടേതായിട്ടുള്ള അനുകൂല സ്ഥിതി വരുന്നതുകൊണ്ടും കർമ്മസ്ഥാനത്ത് രാഹുവിൻ്റേതായ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയം കൂടിയാണ്. ഇനി ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ത്രിശതി അർച്ചന ചെയ്യുന്നതും ഭഗവതിക്ക് പട്ടുടയാട സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും.